ഈ വേരിക്കോസ് വെയിൻ എന്ന രോഗത്തിൽ ഈ ബ്ലഡ് റിമൂവ് ചെയ്യുക, ദുഷിച്ച രക്തം റിമൂവ് ചെയ്യുക, അതായത് സ്ഥിരാവേദം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്താൽ എന്താണ് പ്രയോജനം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചില വിമർശനാത്മകമായി സംസാരിക്കുന്ന ആൾക്കാർ പറയും ദുഷിച്ച രക്തം എന്നൊന്നില്ല, അതൊരു അന്ധവിശ്വാസമാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും, ദുഷിച്ച രക്തം എന്ന് വിളിക്കുന്നത് ഒരു നാട്ടുഭാഷയാണ്, പണ്ട് കാലത്തെ വൈദ്യന്മാരും നാട്ടുകാരും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ എന്ത് പേരിട്ട് വിളിച്ചാലും വേരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗത്തിൽ ബ്ലഡ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് കാലിന്റെ അടിയിൽ നിന്നും തിരിച്ച് മുകളിലേക്ക് ബ്ലഡ് പോകാതെ അവിടെ തന്നെ സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ, സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ സ്റ്റാഗ്നേഷൻ, ബ്ലഡ് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുമ്പോൾ കുറെ കാലം നിന്ന് കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുക, അതായത് ബ്ലഡിന് കട്ടി കൂടുക. ആ ഭാഗത്ത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുകയും അവിടുത്തെ ബാക്കിയുള്ള ബ്ലഡ് തിരിച്ച് മുകളിലേക്ക് കയറി വരുന്നതിനെ തടസ്സപ്പെടുകയും അവിടെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായി വരികയും, അത് മാത്രമല്ല ആ ബ്ലഡ് കോളം, അതായത് ഒരു കുറെ നാളായിട്ട് അങ്ങനെ ബ്ലഡ് അങ്ങനെ നിൽക്കുന്നത് മൂലം, കാലിൽ നിൽക്കുന്നത് മൂലം വെരിക്കോസ് വെയിൻ കൂടുതൽ ബൾജായി വരികയും അവിടെ നിന്നും കോശങ്ങളിലേക്ക്, ടിഷ്യൂസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തൊലിക്കടിയിലേക്ക് ഈ ബ്ലഡ് പതുക്കെ ഊസ് ചെയ്തിറങ്ങുകയും, തുടക്കത്തിൽ ആ ബ്ലഡിന്റെ ഉള്ളിലെ ഫ്ലൂയിഡ് മാത്രം ഊസ് ചെയ്ത് പുറത്തേക്ക്, അതായത് നമ്മൾ പുറമേ കാണുന്ന രീതിയിലുള്ള ബ്ലഡിന്റെ തൊലിക്കടിയിലേക്ക് ഇറങ്ങുകയും അവിടെ വീക്കം വരികയും ചെയ്യും. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ വെരിക്കോസ് വെയിൻ രോഗികൾക്ക് വീക്കം ഉണ്ടാകും, കാലിന് വീക്കം ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ആ വീക്കം കുറച്ചുകൂടി പ്രോഗ്രസ് ആയി കഴിയുമ്പോൾ അവിടേക്ക് ബ്ലഡിനുള്ളിലെ കോശങ്ങൾ, സെല്ലുകൾ, ബ്ലഡ് സെൽസ് അത് കൂടി ലീക്കായി പോവുകയും, ഈ ബ്ലഡ് സെൽസ് ലീക്കായി തൊലിക്കടിയിലേക്ക് വരുന്നതോടുകൂടി അവിടെ റിയാക്ഷനുകൾ, അലർജിക് റിയാക്ഷനുകൾ, ഇൻഫ്ലമേറ്ററി റിയാക്ഷനുകൾ ഉണ്ടാവുകയും ഈ ഇൻഫ്ലമേഷൻ കാരണം, നീർക്കെട്ട് കാരണം ബ്ലഡിന്റെ രക്തക്കുഴലിന്റെ ഉള്ളിൽ ഇരിക്കേണ്ട രക്തകോശങ്ങൾ അവിടുന്ന് ഇറങ്ങി മറ്റു കോശങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അതൊരു ഫോറിൻ ബോഡിയാണ്. ഈ ഫോറിൻ ബോഡിയെ റിമൂവ് ചെയ്യാൻ വേണ്ടി ശരീരം മറ്റൊരു ബാക്ടീരിയ ഒക്കെ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ അതിനോട് പ്രതികരിക്കുകയും ഈ കോശത്തെ അവിടെ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി അതിനെ നശിപ്പിക്കുകയും അതിനെ അവിടെ ആ കലവിലെയാണ് യഥാർത്ഥത്തിൽ പേഷ്യൻറ്റിന് വീക്കമായിട്ടും ചുവന്ന കളറായിട്ടും റെഡ്നസ്, ചൊറിച്ചിലുണ്ടാക്കുന്നതിനൊക്കെയുള്ള കാരണം. അവിടെ പിന്നെ ചൊറിഞ്ഞ് അവിടെ അൾസറായി മുറിഞ്ഞിട്ട് ആ മുറിവിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു മാറാത്തൊരു അൾസറായിട്ട് മാറുന്നതിലേക്കൊക്കെ നയിക്കുന്നത് എന്താണ്? ആ നയിക്കുന്നത് അവിടെ ആ ബ്ലഡ് കോളം അങ്ങനെ നിൽക്കുന്നതാണ്. സോ സ്ഥിരാവേദം ചെയ്യുമ്പോൾ ആ ബ്ലഡ് കോളം റിമൂവ് ചെയ്യുമ്പോൾ താൽക്കാലികമായി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡ് കോളം റിമൂവ് ആവുന്നതോടുകൂടി ആ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ബ്ലഡ് താൽക്കാലികമായെങ്കിലും അവിടെ നിന്ന് മാറുകയും അതിനുശേഷം പുതിയ ബ്ലഡ് അവിടേക്ക് വരികയും ആ ബ്ലഡ് പഴയതുപോലെ വിസ്കോസിറ്റി കൂടിയതായിരിക്കില്ല, വിസ്കോസിറ്റി കുറഞ്ഞ നല്ല ബ്ലഡ് അവിടേക്ക് വരികയും അവിടുത്തെ തിരിച്ചുള്ള സർക്കുലേഷൻ കുറച്ചുകൂടി പഴയതിനേക്കാൾ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പേഷ്യൻസിന് ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻസിന് പെട്ടെന്നൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് പല പേഷ്യൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. അല്ലാതെ ഇതൊരു ക്യൂറേറ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഇല്ല. ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ സ്ഥിരാവേദത്തിൽ പിന്നെ ഒരു തവണ ട്രീറ്റ്മെന്റ് ചെയ്താൽ എല്ലാം സെറ്റായി എന്നുള്ളതല്ല. ഒരിക്കലും വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് ക്യൂർ പോസിബിൾ ആയിട്ടുള്ള ഒരു അസുഖമേ അല്ല. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കാണുന്നത് ഈ ബ്ലഡ് റിമൂവ് ആവുന്നതോടുകൂടി ഉണങ്ങാത്ത വ്രണങ്ങളെ ഉണക്കിയെടുക്കാൻ പലപ്പോഴും സാധിക്കുന്നുണ്ട്. ഈ ചൊറിച്ചില് ഭയങ്കര ഹെവിനെസ്, കാലിന് ഭാരം തോന്നുക, വേദന ഉണ്ടാക്കുക, രാത്രിയിലുള്ള വേദന വരിക, ഇത്തരം ലക്ഷണങ്ങൾക്കൊക്കെ ആശ്വാസം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവിടുത്തെ എക്സിമ പോലെ, അതായത് ഈ വീക്കവും ചൊറിച്ചിലും അങ്ങനത്തെയുള്ള ലക്ഷണങ്ങളൊക്കെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് അതിന് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ ഇതോടുകൂടി എന്താണ് ഈ ഒരു തവണ ബ്ലഡ് റിമൂവ് ആവുകയും അതിനുശേഷം പേഷ്യൻ്റ് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ, അതായത് നിൽക്കുന്നത് ഒഴിവാക്കുക, കാലുയർത്തി വെച്ച് എക്സസൈസ് ചെയ്യുക, അതുപോലെ പിന്നെ മരുന്നുകൾ കഴിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് വേരിക്കോസ് വെയിൻ നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു പ്രമേഹത്തെയൊക്കെ കൊണ്ടുപോകുന്ന പോലെ നല്ലൊരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് സ്ഥിരാവേദം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം.